ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷിലെ മോഡൽ ഓക്സിലറി വേർബായ യൂസ്ഡ് ടുവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് യൂസ്ഡ് ടു എന്ന മോഡൽ ഓക്സിലറി വേർബിൻ്റെ അർത്ഥം? പതിവായിരുന്നു എന്നാണ്. യൂസ്ഡ് ടു എന്ന മോഡൽ ഓക്സിലറി വേർബിൻ്റെ അർത്ഥം പതിവായിരുന്നു എന്നാണ്. അതായത് ഇറ്റ് ഷോസ് എ ഡിസ്കണ്ടിന്യൂഡ് ഹാബിറ്റ്, മുൻപ് ചെയ്തിരുന്നതും എന്നാൽ ഇപ്പോൾ നിന്നുപോയതുമായ ഒരു കാര്യത്തെയാണ് യൂസ്ഡ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തേത്, ഹി യൂസ്ഡ് ടു വിസിറ്റ് ഹിയർ വെൻ ഹി വാസ് എ ചൈൽഡ്. അവനൊരു കുട്ടിയായിരുന്ന സമയത്ത് ഇവിടെ വിസിറ്റ് ചെയ്യുമായിരുന്നു. ഹി യൂസ്ഡ് ടു വിസിറ്റ് ഹിയർ വെൻ ഹി വാസ് എ ചൈൽഡ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി വാസ് യൂസ്ഡ് ടു വിസിറ്റിംഗ് ഹിയർ വെൻ ഹി വാസ് എ ചൈൽഡ്. എന്താണ് ഈ രണ്ട് എക്സാമ്പിൾസും തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തെ കേസിൽ ഹി യൂസ്ഡ് ടു വിസിറ്റ് എന്ന് യൂസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ കേസിൽ ഹി വാസ് യൂസ്ഡ് ടു വിസിറ്റിംഗ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സബ്ജക്റ്റിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്നത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും. എന്നാൽ സബ്ജക്റ്റിന് ശേഷം ബി ഫോം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് യൂസ്ഡ് ടു എങ്കിൽ യൂസ്ഡ് ടുവിന് ശേഷം വേർബിന്റെ ING ഫോം ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് യൂസ്ഡ് ടു ആണെങ്കിൽ അതിന് ശേഷം വരുന്ന വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ സബ്ജക്റ്റിനും യൂസ്ഡ് ടുവിനും ഇടയിൽ ഒരു ബി ഫോം ഉണ്ടെങ്കിൽ യൂസ്ഡ് ടുവിന് ശേഷം വരുന്ന വേർബ് ING ഫോമിലായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഐ യൂസ്ഡ് ടു ഹാവ് ലോങ് ഹെയർ. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ് ഡയറക്ട്ലി യൂസ്ഡ് ടു വന്നിരിക്കുന്നത് കൊണ്ട് അതിനുശേഷം വരുന്ന വേർബ് ഫസ്റ്റ് ഫോമിലാണ്. ദാറ്റ് ഈസ് ഐ യൂസ്ഡ് ടു ഹാവ് ലോങ് ഹെയർ. സെക്കൻഡ് എക്സാമ്പിൾ ആണ് ഹി യൂസ്ഡ് ടു സ്മോക്ക്. അതുപോലെ അടുത്തതാണ് ദേ യൂസ്ഡ് ടു ലീവ് ഇൻ ഇന്ത്യ. ഈ മൂന്ന് എക്സാമ്പിൾസിലും സബ്ജക്റ്റിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് യൂസ്ഡ് ടു വന്നതുകൊണ്ട് അതിനുശേഷം വരുന്ന വേർബ് ഫസ്റ്റ് ഫോമിലാണ് ഉള്ളത്. ഇനി നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് ഓർ വാസ് യൂസ്ഡ് ടു സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എവറി ഡേ. ഇവിടെ സബ്ജക്റ്റിനും യൂസ്ഡ് ടുവിൻ്റെയും ഇടയിൽ ബി ഫോം ഉള്ളതുകൊണ്ട് യൂസ്ഡ് ടുവിന് ശേഷം വരുന്ന വേർബ് ING ഫോമിലാണ്. അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കാം. യു ആർ ഓർ വെയർ യൂസ്ഡ് ടു പ്ലേയിങ് ഫുട്ബോൾ. ഇതും സെയിം കേസ് ആണ്. അതുപോലെ അടുത്ത എക്സാമ്പിൾ എന്താണ് പറയുന്നത്? ഐ ആം യൂസ്ഡ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി ഫോർ വർക്ക്. സോ ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് എക്സാമ്പിൾസിൽ സബ്ജക്റ്റിനും യൂസ്ഡ് ടുവിൻ്റെയും ഇടയിൽ ബി ഫോം ഉള്ളത് കൊണ്ട് യൂസ്ഡ് ടുവിന് ശേഷം വരുന്ന വേർബ് ING ഫോമിലാണ്. ഓക്കെ, സോ യൂസ്ഡ് ടുവിൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫ്രണ്ട്സ്.